നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ ഇളവ് വരുത്തിയത് ഭൂമാഫിയകളെ സഹായിക്കാനാണെന്ന ആക്ഷേപം. കുറുക്കുവഴികളിലൂടെ UDF സർക്കാർ നിയമം അട്ടിമറിക്കുകയാണെന്ന് മുൻ റവന്യൂ മന്ത്രി KP രാജേന്ദ്രൻ. പുലിക്കളി സംഘങ്ങൾക്ക് കോർപ്പറേഷൻ നൽകുന്ന ധനസഹായം 1 ലക്ഷം രൂപയായി ഉയർത്തി. പുലിക്കളിയുടെ സമ്മാനത്തുക വർദ്ധിപ്പിച്ചതായി മേയർ രാജൻ ജെ പല്ലൻ. TCV ഫോളോ അപ്പ്. കള്ളിച്ചിത്ര നടാംപാടം ആദിവാസി കോളനിയിലെ കുടുംബങ്ങൾക്ക് കിടപ്പാടം ഒരുങ്ങുന്നു. നിർമ്മാണം പൂർത്തിയാക്കിയ 18 വീടുകളുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് 18-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ ആളെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. കേച്ചേരി SBI ശാഖയിൽ മോഷണ ശ്രമം നടത്തിയ ആളാണ് പിടിയിലായ പ്രതിയെന്ന് പോലീസ്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഇറച്ചി വ്യാപാരികളും തൊഴിലാളികളും ചെന്നൈയിൽ പ്രതിഷേധ ധർണ നടത്തി. ഇറച്ചി വിൽപ്പന മേഖലയിലെ പ്രതിസന്ധികൾക്കെതിരെയാണ് സമരം. പ്രശ്നം പരിഹരിക്കാതെ തമിഴ്നാട്ടിൽ നിന്ന് കന്നുകാലികളെ കൊണ്ടുവരികയില്ലെന്ന് വ്യാപാരികൾ. ഡോക്ടർ APJ അബ്ദുൾ കലാമിന് രാജ്യത്തിന്റെ ആദരാഞ്ജലി. സംസ്കാരം നാളെ ജന്മനാടായ രാമേശ്വരത്ത്. ഞാൻ സിജി ജോസ്. വിശദമായ വാർത്തകളിലേക്ക്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിർവീര്യമാക്കിയ നടപടി ഏറ്റവും പ്രതികൂലമായി ബാധിക്കുക തൃശൂർ ജില്ലയെയാകുമെന്ന് ആശങ്ക. ജില്ലയിലെ കോൾ നിലങ്ങൾ അടക്കമുള്ള പാടശേഖരങ്ങൾ വൻതോതിൽ വാങ്ങിക്കൂട്ടിയിട്ടുള്ള ഭൂമാഫിയകൾക്ക് നിയമത്തിലെ ഇളവ് അനുഗ്രഹമാകുമെന്നാണ് വിലയിരുത്തൽ. ജില്ലയിൽ വൻതോതിൽ പാടശേഖരങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കൈവശമാക്കി തരിശിട്ടിരിക്കുന്ന ഭൂമാഫിയയ്ക്ക് മുന്നിലെ പ്രധാന വെല്ലുവിളി നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമമായിരുന്നു. ഈ നിയമത്തിൽ സർക്കാർ തന്നെ വെള്ളം ചേർത്തതോടെ ഇപ്രകാരം തരിശിട്ടിരിക്കുന്ന പാടശേഖരങ്ങൾ കരഭൂമിയാക്കി മാറ്റുന്നതിന് കളമൊരുങ്ങിയിരിക്കുകയാണ്. പുഴയ്ക്കൽ പാടത്തും അന്തിക്കാട് മനക്കൊടി മേഖലയിലും മണ്ണുത്തി, പട്ടിക്കാട്, തലൂർ, പുത്തൂർ എന്നീ മേഖലയിലുമെല്ലാം തരിശിട്ടിരിക്കുന്ന പാടശേഖരങ്ങൾ പലതും വൻകിട റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകളുടെ കൈവശമാണ്. 2008 മുമ്പുള്ള നികത്തിയ പാടങ്ങളെല്ലാം ന്യായവിലയുടെ 25% നൽകിയാൽ പുരയിടമാക്കി പ്രഖ്യാപിക്കാമെന്ന സർക്കാർ തീരുമാനം ഏറ്റവും പ്രയോജനപ്രദമാകുക ഇത്തരം റിയൽ എസ്റ്റേറ്റ് ലോബിക്കായിരിക്കും. നികത്തിയതും ഇനി നികത്താനുള്ളതുമായ കൃഷിഭൂമികൾ ഈ വിധം പണമടച്ച് നിലമെന്നത് മാറ്റി പുരയിടമെന്ന രേഖ സ്വന്തമാക്കാനുള്ള അവസരമാണ് സർക്കാർ ഒരുക്കി നൽകിയിട്ടുള്ളത്. നേരത്തെ നികത്തിയ കൃഷിഭൂമിയാണെന്ന് വരുത്തുവാനായി പ്രായമേറിയ തെങ്ങുകൾ കൊണ്ടുവന്ന് നിർദ്ദിഷ്ട സ്ഥലത്ത് സ്ഥാപിക്കലാണ് ഭൂമാഫിയകളുടെ രീതി. ഇപ്രകാരമുള്ള ഭൂമി പരിശോധന നടത്തി കരഭൂമിയാണെന്ന് റിപ്പോർട്ട് സമ്പാദിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല. ഗൂഗിൾ മാപ്പ് മാത്രമാണ് പലപ്പോഴും ഇക്കാര്യത്തിൽ വില്ലനായി മാറാറുള്ളത്. എന്നാൽ സ്വാധീനമുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് പരിശോധിക്കാൻ മെനക്കെടാതെ റിപ്പോർട്ട് നൽകാനും ഉദ്യോഗസ്ഥർ തയ്യാറാണ്. നിയമലംഘനം നടത്തിയവർക്ക് സർക്കാർ ചിലവിൽ സംരക്ഷണവും നിലം പുരയിടമാക്കിയ രേഖയും ഇഷ്ടദാനം നൽകുന്ന നടപടിയാണ് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ കശാപ്പ് ചെയ്ത് സർക്കാർ നടപ്പാക്കിയിട്ടുള്ളതെന്ന് മുൻ റവന്യൂ മന്ത്രി KP രാജേന്ദ്രൻ പറയുന്നു. കേരളത്തിലെ മുഴുവൻ നെൽപ്പാടങ്ങളും തണ്ണീർത്തടങ്ങളും വലിയ തോതിൽ നികത്തപ്പെടും എന്നാണ്. നികത്തിയത് റെഗുലറൈസ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഇനി അവശേഷിക്കുന്ന നെൽപ്പാടങ്ങളും തണ്ണീർത്തടങ്ങളും മുഴുവൻ നികത്തപ്പെടും. നിയമലംഘനം നടത്തിയവർക്ക് പരിരക്ഷ നൽകുന്ന നടപടിയിലൂടെ കൃഷിയിടങ്ങൾ സംരക്ഷിച്ച കർഷകരെ പരിഹസിക്കുന്ന നിലപാടാണ് സർക്കാർ നടപ്പാക്കിയതെന്നാണ് ആക്ഷേപം. കൃഷിയിടങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇന്ത്യയിൽ തന്നെ രൂപീകരിക്കപ്പെട്ട ഏറ്റവും സുപ്രധാനമായ നിയമമായിരുന്നു നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. തൃശൂരിലെ മുരിയാടക്കമുള്ള കർഷക സമരങ്ങളും ചർച്ചകളുമാണ് ഇത്തരമൊരു നിയമത്തിന് വിളനിലമായത്. ഒപ്പം തൃശൂർക്കാരനായിരുന്ന അന്നത്തെ റവന്യൂ മന്ത്രി KP രാജേന്ദ്രനും. എന്നാൽ ഈ നിയമത്തെ സർക്കാർ തന്നെ കൊലക്കത്തിക്കിരയാക്കുമ്പോൾ അതിന്റെ ദൂഷ്യഫലം ഏറെ അനുഭവിക്കേണ്ടി വരുന്നതും തൃശൂർ ജില്ലയാകുമെന്നതാണ് ഇക്കാര്യത്തിലെ യാദൃശ്ചികത. TCV ന്യൂസ്, തൃശൂർ. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കുറുക്കുവഴികളിലൂടെ UDF സർക്കാർ അട്ടിമറിക്കുകയാണെന്നും ഇതിനായി അവതരിപ്പിച്ച ധനകാര്യ ബില്ലിന് ഗവർണർ അനുമതി നൽകരുതെന്നും മുൻ റവന്യൂ മന്ത്രി KP രാജേന്ദ്രൻ TCVയോട് പറഞ്ഞു. നെൽവയൽ തണ്ണീർത്തട നിയമം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി UDF സർക്കാർ അട്ടിമറിക്കുകയാണ്. നിയമ ഭേദഗതി ബിൽ കൊണ്ടുവരാതെ കുറുക്കുവഴികളിലൂടെ നിയമത്തെ കശാപ്പ് ചെയ്യുകയാണ് UDF സർക്കാർ. കുറുക്കുവഴിയിലൂടെയാണ് നിയമസഭയിൽ ഇപ്പോൾ അട്ടിമറിച്ചത്. നിയമനിർമ്മാണത്തിന് ഭേദഗതി കൊണ്ടുവന്നിട്ടില്ല. ഒരു നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരണമെങ്കിൽ ആക്റ്റിൽ ഭേദഗതി കൊണ്ടുവരണം. ആക്റ്റിൽ ഭേദഗതി എന്ന് പറയുമ്പോൾ ഒരു പുതിയ നിയമം തന്നെയാണ്. ഒരു അമെൻമെൻറ്റ് ബില്ല് മന്ത്രിസഭ അംഗീകരിച്ച് സഭയിൽ വെക്കണം ഗവർണറുടെ അനുമതിയോടുകൂടി. ആ സഭയിൽ വെച്ച് കഴിഞ്ഞത് സഭ ചർച്ച ചെയ്യണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഗവർണർ നിയമസഭയിൽ ഇപ്പോൾ പാസ്സാക്കി എന്ന് പറയുന്ന ഈ ധനകാര്യ ബില്ലിന് അനുമതി നൽകരുത്. BJP സർക്കാരിന്റെ ഭൂമി ഏറ്റെടുക്കൽ നിയമ ഭേദഗതിക്കെതിരെ രാജ്യം മുഴുവൻ എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ UDF സർക്കാർ BJPയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ്
ഈ നടപടിയിലൂടെ സ്വീകരിക്കുന്നതെന്ന് കെ പി രാജേന്ദ്രൻ TCVയോട് പറഞ്ഞു. BJP ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഭൂമി ഏറ്റെടുക്കൽ നിയമവുമായി ബന്ധപ്പെട്ട രാജ്യം മുഴുവൻ എതിർക്കുന്ന ഈ നടപടിയെ അതിന് ഏറ്റവും ശക്തമായ പിന്തുണയാണ് ഈ നിയമ ഭേദഗതിയിലൂടെ കേരളത്തിലെ UDF സർക്കാർ ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ KM മാണിയും ഈ നടപടിയിലൂടെ കൊടുക്കുന്നത്. എമർജിംഗ് കേരളയിൽ മോണ്ടെ സിംഗ് അലുവാലിയ കേരളത്തിന് കൃഷിയല്ല ടൂറിസമാണ് വേണ്ടതെന്ന് പറഞ്ഞത് സർക്കാർ പ്രാവർത്തികമാക്കുകയാണ്. ഏറെ ജനകീയ ചർച്ചകൾക്ക് ശേഷം ലോകത്തിന് തന്നെ മാതൃകയായി നടപ്പാക്കിയ നിയമത്തെ കശാപ്പ് ചെയ്യുന്നതിനായി ഡാറ്റാ ബാങ്ക് രൂപീകരിക്കുന്ന നടപടികൾ UDF സർക്കാർ നിർത്തിവെച്ചു. കേരളത്തിലെ നെൽവയലുകളെല്ലാം തന്നെ ഭൂമാഫിയയ്ക്ക് വിഴുങ്ങാൻ പാകത്തിലാണ് നെൽവയൽ തണ്ണീർത്തട നിയമത്തെ അട്ടിമറിച്ചതെന്നും KP രാജേന്ദ്രൻ ആരോപിച്ചു. മോണ്ടെ സിംഗ് അലുവാലിയെ പ്രഖ്യാപിച്ചത് എന്താ? പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും സാന്നിധ്യത്തിൽ കേരളത്തിൽ നെൽകൃഷി ആവശ്യമില്ല, കേരളത്തിൽ കൃഷി ആവശ്യമില്ല, മറിച്ച് കേരളം ടൂറിസത്തിൻ്റെയും അതുമായി അനുബന്ധ പദ്ധതികൾക്കാണ് കേരളം, അതിനാണ് തയ്യാറാകേണ്ടത്. അത് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ്. പക്ഷേ ഈ ഗവൺമെൻറ് വന്ന് ഈ 4.5 വർഷത്തിനുള്ളിൽ ആ ഡാറ്റാ ബാങ്ക് പൂർത്തിയാക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചില്ല. പുലിക്കളി സംഘങ്ങൾക്ക് കോർപ്പറേഷൻ നൽകുന്ന ധനസഹായം 1 ലക്ഷം രൂപയായി ഉയർത്തി. പുലിക്കളിയുടെ സമ്മാനത്തുക വർദ്ധിപ്പിച്ചതായും ടൂറിസം വകുപ്പ് ടീമുകൾക്ക് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപ ലഭ്യമായതായും മേയർ രാജൻ ജെ പല്ലൻ അറിയിച്ചു. തൃശൂർ കോർപ്പറേഷൻ വിളിച്ചു ചേർത്ത പുലിക്കളി ആലോചനാ യോഗത്തിലാണ് പുലിക്കളി സംഘങ്ങൾക്ക് നൽകുന്ന ധനസഹായം 80,000 രൂപയിൽ നിന്ന് 1 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചതായി മേയർ പ്രഖ്യാപിച്ചത്. ആദ്യഘട്ടത്തിൽ 60,000 രൂപയും പിന്നീട് 40,000 രൂപയും വിതരണം ചെയ്യും. ടൂറിസം വകുപ്പ് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപയുടെ ധനസഹായം ടൂറിസം മന്ത്രി കളക്ടർക്ക് കൈമാറിയതായും ഉടൻ ഈ തുക കഴിഞ്ഞ വർഷം പുലിക്കളിയിൽ പങ്കെടുത്ത 6 ടീമുകൾക്ക് നൽകുമെന്നും മേയർ അറിയിച്ചു. കൂടാതെ പുലിക്കളി സംഘങ്ങൾക്ക് ആവശ്യമായ മണ്ണെണ്ണയും ലഭ്യമാക്കും. മികച്ച പുലിക്കളി സംഘത്തിനുള്ള ഒന്നാം സമ്മാന തുക 30,000-ൽ നിന്ന് 35,000 രൂപയായി ഉയർത്തി. മികച്ച ടാബ്ലോയ്ക്കുള്ള തുക 30,000 രൂപയായും വർദ്ധിപ്പിച്ചു. ഇരുവിഭാഗത്തിലുമായി 25,000 രൂപ രണ്ടാം സമ്മാനമായും 20,000 രൂപ മൂന്നാം സമ്മാനമായും നൽകും. മികച്ച അച്ചടക്കം പുലർത്തുന്ന ടീമിനുള്ള സമ്മാന തുക 10,000 രൂപയാണ്. ഈ വർഷം മുതൽ മികച്ച മെയ്യെഴുത്ത് കലാകാരനും മേള പ്രമാണിക്കും പ്രത്യേക പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തി. അതോടൊപ്പം തുടർച്ചയായി 10 വർഷം പുലിക്കളിക്ക് വേഷമിട്ടവരെ കോർപ്പറേഷൻ ആദരിക്കും. ഓരോ പുലിക്കളി ടീമിലും പരമാവധി 35 മുതൽ 51 വരെ പുലികൾ മാത്രമേ ഉണ്ടാകാൻ പാടുകയുള്ളൂ എന്ന് യോഗം തീരുമാനിച്ചു. ചെണ്ട, ഇലത്താളം, തപ്പ് എന്നീ വാദ്യങ്ങളോടുകൂടിയ പുലിക്കൊട്ടും 25 മുതൽ 35 വരെയുള്ള വാദിക്കാരും മാത്രമേ പുലിക്കളിയോടൊപ്പം പാടുകയുള്ളൂ. പുലികളുടെ ദേഹത്ത് പരസ്യങ്ങളും ചിഹ്നങ്ങളും അനുവദിക്കില്ല. 3 ലോറികളും 3 ചെറിയ വാഹനങ്ങളും മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂവെന്നും തീരുമാനമെടുത്തു. സ്വരാജ് റൗണ്ടിലെ മുഴുവൻ കെട്ടിടങ്ങളിലും അലങ്കാര ദീപങ്ങൾ തെളിയിക്കാൻ നിർദ്ദേശം നൽകുന്നതോടൊപ്പം ഇതിൽ മികവ് പുലർത്തുന്നവർക്ക് സമ്മാനവും നൽകും. ഇത്തവണ പുലിക്കളി സംഘങ്ങൾക്കുള്ള ബാഡ്ജും കൊടിതോരണങ്ങളും കോർപ്പറേഷൻ തന്നെ വിതരണം ചെയ്യും. അതോടൊപ്പം വിദേശികൾക്ക് പുലിക്കളി കാണാൻ നടുവിലാലിൽ ഗ്യാലറി ഒരുക്കും. പുലിക്കളി, കൊട്ട്, അച്ചടക്കം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് മികച്ച പുലിക്കളി ടീമുകളെ കണ്ടെത്തുക. ടൂറിസം വകുപ്പിന്റെ ധനസഹായം ലഭ്യമായതോടൊപ്പം കോർപ്പറേഷന്റെ ധനസഹായം വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ ഇത്തവണ 10ഓളം ടീമുകൾ പുലിക്കളിയിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡെപ്യൂട്ടി മേയർ PV സരോജിനി, പ്രതിപക്ഷ നേതാവ് PA പുരുഷോത്തമൻ, തൃശൂർ ACP ശിവ വിക്രം, ചലച്ചിത്ര താരം ജയരാജ് വാര്യർ, പ്രോഗ്രാം കൺവീനർ CS ശ്രീനിവാസൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ടൂറിസം വകുപ്പ് പുലിക്കളി സംഘങ്ങൾക്കായി പ്രഖ്യാപിച്ച 2013-ലെ 5 ലക്ഷം രൂപയുടെ ധനസഹായം നൽകാത്തതിൽ പ്രതിഷേധം ശക്തം. 2014-ലെ ധനസഹായം ലഭ്യമാക്കിയെങ്കിലും 2013-ലെ ധനസഹായം വിതരണം ചെയ്യുന്നത് സംബന്ധിച്ച് യാതൊരു ഉറപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല. അതേസമയം ഈ വർഷം ടൂറിസം വകുപ്പ് പുലിക്കളി സംഘങ്ങൾക്ക് ധനസഹായം ലഭ്യമാക്കുമോ എന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല. പുലിക്കളി നടത്താൻ ആവശ്യമായ 6 ലക്ഷം രൂപ കണ്ടെത്താൻ ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സാഹചര്യത്തിൽ ടൂറിസം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ധനസഹായം ഇത്തവണ ലഭ്യമാക്കണമെന്ന് പുലിക്കളി ടീമുകൾ ആവശ്യപ്പെട്ടു. തല ചായ്ക്കുവാൻ ഇടമില്ലാതെ കാട്ടിലേക്ക് തിരിച്ചുപോകുവാൻ ഒരുങ്ങിയ കള്ളിച്ചിത്ര നടാമ്പാടം ആദിവാസി കോളനിയിലെ കുടുംബങ്ങൾക്ക് ഇനി കോളനിയിൽ തന്നെ തലചായ്ക്കാം. അധികൃതരുടെ അവഗണനയിൽ മനം മടുത്ത് ജീവിച്ചിരുന്ന ആദിവാസി കുടുംബങ്ങൾക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് കിടപ്പാടം ഒരുങ്ങുന്നത്. കള്ളിച്ചിത്ര നടാമ്പാടം ആദിവാസി കോളനിയിൽ 18 കുടുംബങ്ങൾക്കായി നിർമ്മിക്കുന്ന വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്.
650 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 2 കിടപ്പുമുറികൾ, ഹാൾ, അടുക്കള, ശുചിമുറി എന്നിവ ഉൾപ്പെടുത്തിയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു വീടിന് 10 ലക്ഷം രൂപയാണ് ചിലവ്. ജ്യോതി ലബോറട്ടറീസ് ആണ് ജില്ലാ ഭരണകൂടത്തിന് വേണ്ടി വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള ധനസഹായം നൽകുന്നത്. 1,80 ലക്ഷം രൂപയാണ് ഇപ്പോൾ ചിലവഴിച്ചിരിക്കുന്നത്. ചിമ്മിനി ജലസേചന പദ്ധതി യാഥാർത്ഥ്യമായപ്പോൾ കള്ളിച്ചിത്രയിൽ നിന്ന് നടാമ്പാടത്തേക്ക് പറിച്ചു നടപ്പെട്ടവരാണ് ഈ ആദിവാസി കുടുംബങ്ങൾ. അവരോടൊപ്പം അവരുടെ ദൈവങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളുമെല്ലാം സംരക്ഷിക്കപ്പെടുമെന്നായിരുന്നു അന്നത്തെ ഉറപ്പ്. ആദിവാസികളുടെ വനദേവതകൾക്ക് അമ്പലം, കോളനി നിവാസികൾക്ക് ശ്മശാനം, കളിസ്ഥലം എന്നിവയും കരാറിലുണ്ടായിരുന്നു. കൂടാതെ കുടുംബങ്ങളിലെ ഓരോ അംഗത്തിനും സർക്കാർ ജോലി, മാറ്റിപ്പാർപ്പിക്കലിന് താൽക്കാലിക ധനസഹായം എന്നിവയും സർക്കാർ ഉറപ്പു നൽകി. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും വാഗ്ദാനങ്ങൾ പാഴ്വാക്കായപ്പോൾ തങ്ങൾ കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുകയാണെന്ന് ആദിവാസികൾ പ്രഖ്യാപിക്കുകയായിരുന്നു. 1986 കോളനി നിവാസികൾ ആരംഭിച്ച ഒന്നാം ഭൂസമരം 1992 അവസാനിച്ചത്. പുനരധിവാസത്തിന് സർക്കാർ നൽകിയ ഉറപ്പുകളായിരുന്നു സമരം അവസാനിപ്പിക്കാൻ കാരണം. കരാറിൽ നൽകാമെന്ന് പറയുന്ന 17 കുടുംബങ്ങൾക്കുള്ള 20 ഏക്കർ ഭൂമിയിൽ 12 ഏക്കർ മാത്രമേ നൽകിയിരുന്നുള്ളൂ. പിന്നീട് കരാർ പൂർത്തീകരണത്തിനായി കോളനി നിവാസികൾ വിവിധ സംഘടനകൾക്കൊപ്പം കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല. രണ്ടാം ഭൂസമരത്തിന് കള്ളിച്ചിത്രക്കാർ തയ്യാറെടുക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നതോടെ ജില്ലാ കളക്ടറായിരുന്ന MS ജയ കോളനി സന്ദർശിച്ചു. കളക്ടറുടെ ഉറപ്പിന്മേൽ ആദിവാസികൾ പ്രക്ഷോഭത്തിൽ നിന്ന് പിന്തിരിയുകയായിരുന്നു. തുടർന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ വിപുലമായ യോഗം വിളിച്ച് പ്രശ്നം ചർച്ച ചെയ്തു. ജ്യോതി ലബോറട്ടറീസ് ഭവന നിർമ്മാണത്തിന് സമ്മതം പ്രകടിപ്പിച്ചതോടെ നടാമ്പാടത്തെ ആദിവാസികളുടെ ഏറെ നാളായുള്ള പ്രശ്നത്തിന് പരിഹാരമാകുകയായിരുന്നു. നിർമ്മാണം പൂർത്തീകരിച്ച 18 വീടുകളുടെ ഉദ്ഘാടനം ആഗസ്റ്റ് 18 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും. ജില്ലാ ഭരണകൂടവും കൊടകര ബ്ലോക്ക് പഞ്ചായത്തും വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തും ഒറ്റക്കെട്ടായി നിന്നതോടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം ജനങ്ങൾക്ക് കയറിക്കിടക്കുവാൻ ഒരിടം എന്ന അവരുടെ ഏറെ നാളത്തെ സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. TCV ന്യൂസ്, പുതുക്കാട്. കേച്ചേരിയിൽ മോഷണം നടത്തിയ വീട്ടിൽ ഉറങ്ങാൻ കിടന്നയാളെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. നിരവധി മോഷണ കേസുകളിലെ പ്രതിയായ ചങ്ങരംകുളം സ്വദേശി റാഷിദാണ് പിടിയിലായത്. കേച്ചേരി തച്ചൂത്ത് അബ്ദുൽ സലാമിന്റെ വീട് കുത്തിത്തുറന്നാണ് പ്രതി മോഷണം നടത്തിയത്. താനൂരിൽ കച്ചവടം നടത്തുന്ന അബ്ദുൽ സലാം പെരുന്നാളിന് കുടുംബവുമായോ താനൂരിൽ പോയതിനാൽ ആഴ്ചകളായി വീട് അടഞ്ഞുകിടക്കുകയായിരുന്നു. വീടിന്റെ മണിച്ചിത്രത്താഴ് പൂട്ട് വീടിന് പുറകിലുണ്ടായിരുന്ന തേങ്ങ പൊളിക്കുന്ന കമ്പിപ്പാര ഉപയോഗിച്ച് തകർത്താണ് ഇയാൾ വീടിനകത്ത് കയറിയത്. തുടർന്ന് വീടിന്റെ താഴെ പഴയ രീതിയിൽ അടച്ചിടുകയും മുകളിൽ വാർപ്പിനോട് ചേർന്നുള്ള വാതിൽ തുറന്നിടുകയും ചെയ്തു. ബുധനാഴ്ച രാവിലെ അയൽവാസികളാണ് വീടിന്റെ മുകൾ നിലയിൽ ആൾപെരുമാറ്റം കണ്ടത്. പരിസരവാസികളിൽ ചിലർ വീടിനകത്തേക്ക് എത്തിയത് കണ്ട റാഷിദ് മുകളിലെ വാതിൽ വഴി സൺഷെയ്ഡിലൂടെ താഴെയിറങ്ങി മതിൽ ചാടിയോടി തൊട്ടപ്പുറത്ത് അടച്ച സിനിമാ തിയേറ്ററിനകത്തേക്ക് കയറി ഒളിച്ചു. എന്നാൽ മോഷ്ടാവിനെ പിന്തുടർന്നെത്തിയ നാട്ടുകാർ ടോർച്ച് തെളിയിച്ച് തിയേറ്ററിനകത്ത് തെരഞ്ഞപ്പോൾ അവിടെ നിന്നും ഇയാൾ പുറത്തേക്കോടി പരിസരത്തെ മുളയ്ക്കൽ വറീദിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ ഒളിച്ചിരുന്നു. ഇവിടെ നിന്നാണ് നാട്ടുകാർ റാഷിദിനെ പിടികൂടി കുന്നംകുളം പോലീസിൽ ഏൽപ്പിച്ചത്. മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ്, CD പ്ലെയർ, TV എന്നിവയാണ് മോഷണം പോയിട്ടുള്ളത്. മോഷണത്തിന് ശേഷം രാത്രിയിൽ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ച് ഇവിടെ തന്നെ റാഷിദ് ഉറങ്ങുകയായിരുന്നു. വീട്ടിലെ അലമാരിയിലെയും മറ്റും സാധനങ്ങൾ വലിച്ചുവാരിയിട്ട നിലയിലാണ്. 2013 ഡ്യൂട്ടി പെയ്ഡ് ഷോറൂം കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിൽ റാഷിദ് 1.5 വർഷം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. കേച്ചേരിയിലെ SBI ശാഖയിൽ 2 ആഴ്ച മുമ്പ് ചുവർ കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയത് ഇയാളാണെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായതായി പോലീസ് പറഞ്ഞു. മാതൃവീട് കേച്ചേരി ആയതിനാൽ മേഖലയെക്കുറിച്ച് പരിചിതമാണെന്നതാണ് മോഷണത്തിന് കേച്ചേരി തെരഞ്ഞെടുത്തതെന്നും റാഷിദ് മൊഴി നൽകി. SBI ശാഖയിൽ നിന്ന് പണം ലഭിക്കാതെ തിരിച്ചിറങ്ങിയ ഇയാൾ കേച്ചേരി സലഫി മസ്ജിദ് ഖത്തീബിന്റെ പണവും മൊബൈൽ ഫോണും മോഷ്ടിച്ചതായും പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. അബ്ദുൽ സലാമിന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത സാധനങ്ങൾ പോലീസ് കണ്ടെടുത്തു. മണിച്ചിത്രത്താഴ് അനായാസം തകർക്കുന്ന റഷീദിനെ ഭണ്ഡാരങ്ങൾ തകർക്കാനും പ്രത്യേക കഴിവുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. മേഖലയിലെ പ്രധാന മോഷണങ്ങളിൽ ഇയാൾക്ക് പങ്കുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. TCV ന്യൂസ്, കുന്നംകുളം. ഇറച്ചി വിൽപ്പന മേഖലയിലെ പ്രതിസന്ധികൾക്കെതിരെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വ്യാപാരികളും തൊഴിലാളികളും ചെന്നൈയിൽ പ്രതിഷേധ ധർണ നടത്തി. പ്രശ്നപരിഹാര നടപടികൾക്കായി സർക്കാരുകൾ മുന്നോട്ട് വന്ന ശേഷം മാത്രമേ തമിഴ്നാട്ടിൽ നിന്ന് കന്നുകാലികളെ കൊണ്ടുവരികയുള്ളൂവെന്ന് വ്യാപാരികൾ. ചെന്നൈ മറീന ബീച്ചിന് സമീപത്താണ് ഇറച്ചി വ്യാപാര മേഖലയിലെ തൊഴിലാളികളും വ്യാപാരികളും പങ്കെടുത്ത പ്രതിഷേധ ധർണ നടത്തിയത്. പ്രതിഷേധ സമരത്തിൽ 50ഓളം പേർ തൃശൂർ ജില്ലയിൽ നിന്നും പങ്കെടുത്തിരുന്നു. 2 ദിവസം ഇറച്ചി വ്യാപാര കേന്ദ്രങ്ങൾ അടച്ചിട്ടായിരുന്നു സമരം. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും കന്നുകാലികളെ കൊണ്ടുവരുന്ന ലോറികൾ തടഞ്ഞു നിർത്തുകയും ജീവനക്കാരെ മർദ്ദിക്കുകയും ചെയ്യുന്ന പ്രവണത ഏറിയതോടെയാണ് ഈ മേഖലയിലുള്ളവർ സമരരംഗത്തേക്ക് ഇറങ്ങിയത്.
തമിഴ്നാട്ടിൽ 2 ആഴ്ചയായി തുടരുന്ന സമരത്തെ തുടർന്ന് കേരളത്തിലേക്ക് കന്നുകാലികളെ കൊണ്ടുവരുന്നില്ല. ഗോവധ നിരോധനത്തിന്റെ പേരു പറഞ്ഞ് കന്നുകാലികളെ കൊണ്ടുവരുന്നത് തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഈ രംഗത്തുള്ളവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ പരിഹാര നടപടികൾ സ്വീകരിച്ച ശേഷം മാത്രം കേരളത്തിലേക്ക് ഇനി കന്നുകാലികളെ കൊണ്ടുവന്നാൽ മതിയെന്നാണ് വ്യാപാരികളുടെ തീരുമാനം. ഇത് കേരളത്തിലെ മാട്ടിറച്ചി വ്യാപാര രംഗത്ത് വരും ദിനങ്ങളിൽ പ്രതിസന്ധി രൂക്ഷമാക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഇറച്ചി വ്യാപാര രംഗത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ കേരള, തമിഴ്നാട് സർക്കാരുകൾ ചർച്ച നടത്തണമെന്നും കന്നുകാലികളെ സുഗമമായി കൊണ്ടുവരുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടി ആവശ്യപ്പെട്ടു. കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന വ്യാപാരികളും അതേപോലെ അതിൻ്റെ വാഹന ഉടമകളും തൊഴിലാളികളും ചെറുകിട കച്ചവടക്കാരും അടക്കം ഒട്ടനേകം പേര് ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട്. ഇതിന് സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇടപെട്ടുകൊണ്ട് ഈ മേഖലയിൽ വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും അതിന് ശക്തമായ നിലപാടുകളുമായി സംസ്ഥാന ഗവൺമെൻറ്റുകൾ മുന്നോട്ട് വരണം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇറച്ചി വ്യാപാരികളുടെ സമരത്തിന് വ്യാപാരി വ്യവസായ സമിതിയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ബിന്നി ഇമ്മട്ടി ഗോവധ നിരോധനത്തിന്റെ പേരിലുള്ള അതിക്രമങ്ങൾ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, തൃശൂർ. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ സംസ്കാരം നാളെ ജന്മനാടായ രാമേശ്വരത്ത് നടക്കും. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിൽ നിന്ന് കലാമിന്റെ ഭൗതിക ശരീരം ഉച്ചയോടെ മധുരയിലെത്തിച്ചു. തമിഴ്നാട് ഗവർണർ, ചീഫ് സെക്രട്ടറി എന്നിവർ ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി. ഉച്ചകഴിഞ്ഞ് 2 രാമേശ്വരം കിലക്കാട് മൈതാനത്ത് പൊതുദർശനത്തിന് വച്ചു. ഉന്നത രാഷ്ട്രീയ നേതാക്കളടക്കം 100 കണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. രാത്രി 8 ഭൗതിക ശരീരം വസതിയിലേക്ക് കൊണ്ടുപോയി. നാളെ രാവിലെ 8 രാമേശ്വരം മുഹിയുദ്ദീൻ ആണ്ടവ ജുമാപ്പള്ളിയിൽ അന്ത്യകർമ്മങ്ങൾ നടക്കും. തുടർന്ന് തങ്കച്ചി മഠം മെയ്യം പള്ളിയിൽ ഖബറടക്കും. മെയ്യം പള്ളിയിലെ സർക്കാർ ഭൂമിയിലാണ് ഖബറടക്കം നടക്കുക. ഖബറടക്കത്തിനും സ്മാരകം പണിയുന്നതിനുമായി 1.25 ഏക്കർ ഭൂമി സർക്കാർ നൽകി. ജില്ലയിലെ SIമാർക്ക് സ്ഥലം മാറ്റം. തൃശൂർ സിറ്റിയിൽ 8ഉം റൂറലിൽ 18 SIമാരെയാണ് സ്ഥലം മാറ്റിയത്. നെടുപുഴയിൽ S ഷാജുവിനെയും പീച്ചിയിൽ E ബാബുവിനെയും, പേരാമംഗലത്ത് M ഫറൂഖ്, ഗുരുവായൂരിൽ NR സുരേഷ്, ഒല്ലൂരിൽ പ്രശാന്ത്, മുളകുന്നത്തുകാവിൽ ഷിഹാബുദ്ദീൻ, വിയൂരിൽ MM മഞ്ജുനാഥ്, പാവർട്ടിയിൽ S അരുൺ എന്നിവരെയും സിറ്റി പോലീസ് കമ്മീഷണർ നിയമിച്ചു. റൂറൽ പരിധിയിലെ 18 SIമാരെ സ്ഥലം മാറ്റിയുള്ള ഉത്തരവ് IG നാളെ പ്രഖ്യാപിക്കും. പോളിയോ ബാധിച്ച ഫൈസലിന്റെ മുച്ചക്രവാഹനം വീട്ടിലെത്തിക്കാൻ പഞ്ചായത്ത് നടപടി സ്വീകരിച്ചു. TCV വാർത്തയെ തുടർന്നാണ് നടപടി. 6 മാസം പ്രായമുള്ളപ്പോൾ പോളിയോ ബാധിച്ച് അരയ്ക്കു കീഴെ തളർന്ന കരൂപ്പടന്ന സ്വദേശി പള്ളിപ്പറമ്പിൽ ഫൈസലിനാണ് പഞ്ചായത്തിന്റെ സഹായം ലഭിച്ചത്. ഫൈസലിന് പുറം ലോകത്തെത്താൻ കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്ത് മുച്ചക്രവാഹനം നൽകിയിരുന്നു. എന്നാൽ ഫൈസലിന്റെ വീടിനോട് ചേർന്നുള്ള തോടിനു കുറുകെ ഒരു സ്ലാബ് മാത്രം ഇട്ടതുകൊണ്ട് വാഹനം വീട്ടിലെത്തിക്കാൻ സാധിച്ചിരുന്നില്ല. ഇതേക്കുറിച്ച് TCV വാർത്ത നൽകിയതിനെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ മാന്തുരുത്തിയുമായി ചർച്ച നടത്തിയതിനെ തുടർന്ന് 2 സ്ലാബുകൾ കൂടി തോടിനു കുറുകെ സ്ഥാപിക്കാൻ തീരുമാനമായി. ഈ വിവരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ ഫൈസലിന്റെ കരൂപ്പടന്നയിലെ വീട്ടിലെത്തി നേരിട്ടറിയിക്കുകയും ചെയ്തു. ഫൈസലിന് സ്വയം തൊഴിൽ കണ്ടെത്താൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്യുമെന്നും ശ്രീകുമാർ പറഞ്ഞു. വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ മാന്തുരുത്തി, വൈസ് പ്രസിഡന്റ് നസീമ നാസർ, അംഗങ്ങളായ AH ബഷീർ, PKM അഷ്റഫ് തുടങ്ങിയവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോടൊപ്പം ഉണ്ടായിരുന്നു. കുന്നംകുളത്ത് പാമ്പുകടിയേറ്റ് അമല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. ചൊവ്വന്നൂർ ചൂണ്ടുപുരയ്ക്കൽ ശശി മകൻ 15 വയസ്സുള്ള ശ്യാമാണ് മരിച്ചത്. വീടിന് സമീപത്തെ പറമ്പിൽ നിന്നാണ് ശ്യാമിന് പാമ്പുകടിയേറ്റത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ശ്യാം. മുട്ടിത്തടയിൽ നിന്ന് കണ്ടെടുത്ത ശരീരാവശിഷ്ടങ്ങൾ കാണാതായ യുവതിയുടേതാണോ എന്ന് തിരിച്ചറിയുന്നതിന് DNA ടെസ്റ്റ് നടത്താൻ ശ്രമം ആരംഭിച്ചു. DNA ടെസ്റ്റിനുള്ള അനുമതിക്കായി ഇരിങ്ങാലക്കുട CJM കോടതിയിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥർ കണ്ടെടുത്ത അസ്ഥികൾ സമർപ്പിച്ചു. മുട്ടിത്തടിയിൽ കുഴിച്ചെടുത്ത അസ്ഥികൾ DNA ടെസ്റ്റ് നടത്താൻ അനുമതി ലഭിക്കുന്നതോടെ തിരുവനന്തപുരം റീജിയണൽ ഫോറൻസിക് സെന്ററിലേക്ക് അവ കൊണ്ടുപോകും. കണ്ടെടുത്ത അവശിഷ്ടങ്ങൾ മനുഷ്യന്റേത് തന്നെയാണോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോറൻസിക് വിദഗ്ധർ. അസ്ഥികളുടെ പരിശോധനയിൽ 25% മാത്രമേ മനുഷ്യന്റേതാണോ എന്ന് തിരിച്ചറിയാൻ കഴിയൂ. അസ്ഥികൾക്ക് കാലപ്പഴക്കം ചെന്നതാണ് പരിശോധനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. പരിശോധനയിൽ മനുഷ്യന്റെ അസ്ഥികളാണെന്ന് തെളിഞ്ഞാലേ കാണാതായ ശാരദയുടേതാണോ അസ്ഥികളെന്ന് സ്ഥിരീകരിക്കാനായി മകൻ ഗിരീഷിനെ DNA പരിശോധനയ്ക്ക് വിധേയനാക്കൂവെന്ന് പോലീസ് പറഞ്ഞു. ഇതിനിടയിൽ കാണാതായ ശാരദയെ കൊലപ്പെടുത്തിയെന്ന്
കത്തിലൂടെ കുറ്റസമ്മതം നടത്തിയ നാരായണൻ നായർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. കഴിഞ്ഞ വെള്ളിയാഴ്ച നാരായണൻ നായരെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവശനിലയിൽ കണ്ടെത്തിയതായി മുട്ടിത്തടി സ്വദേശി ഷാജി പോലീസിന് മൊഴി നൽകി. ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് 3 രീതിയിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ആത്മാഹൂതി ചെയ്യുമെന്ന് കത്തിൽ പറയുന്ന നാരായണൻ നായർ മരിച്ചിട്ടില്ലെന്ന നിഗമനത്തിലാണ് പോലീസ്. 24 വർഷം മുമ്പ് മകന് ശാരദ എഴുതിയെന്ന് പറയുന്ന കത്ത് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കും. പുതുക്കാട് CI N മുരളീധരൻ, പരന്തരപ്പള്ളി SI KL അലക്സാണ്ടർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. TCV ന്യൂസ്, പുതുക്കാട്. അതീവ ശോചനീയാവസ്ഥയിലായ വലക്കാവ് മൂർക്കനിക്കര റോഡ് ജനത്തിന് ഭീഷണിയായി മാറുന്നു. നിരവധി ചതിക്കുഴികൾ നിറഞ്ഞ റോഡിൽ അപകടങ്ങൾ തുടർക്കഥയായി മാറി. നടത്തറ പഞ്ചായത്തിലെ വലക്കാവ് മൂർക്കനിക്കര റോഡ് കടന്നു കിട്ടണമെങ്കിൽ ഏറെ സാഹസികത പുറത്തെടുക്കേണ്ട അവസ്ഥയാണ്. കനത്ത മഴയിൽ റോഡ് ചെളിക്കുളമായി മാറിയതോടെ കുഴിയേതാ റോഡേതാ എന്ന് തിരിച്ചറിയാനാകാത്ത സ്ഥിതിയിലായി. ഇതോടെ ഈ വഴി കാൽനടയാത്ര പോലും ദുസ്സഹമായി മാറിക്കഴിഞ്ഞു. ഈ റോഡ് നടത്തറ പഞ്ചായത്തിൻ്റെ കിഴക്കൻ മലയോര മേഖലയിലേക്കും പീച്ച് ഡാമിലേക്കും കൂട്ടിമുട്ടുന്ന റോഡാണ്. അത് PWD റോഡാണ്. നിരവധിയായ വാഹനങ്ങൾ ഇതിൽ ഓടുന്നുണ്ട്. 10-40ഓളം വരുന്ന ബസ്സുണ്ട്, ടിപ്പറുണ്ട്, സ്കൂൾ കുട്ടികളടക്കം വരുന്ന അവരെ കൊണ്ടുപോകുന്ന വണ്ടികളടക്കം ഇതിൽ പോകുന്നുണ്ട്. ഈ വഴിക്ക് വാഹനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, നടുവൊടിയാണ്, അത്രയും മോശമാണ്. ആൾക്കാരാണ് യാത്രക്കാരാണെന്ന് വെച്ചാൽ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് തൊഴിലുമില്ല, വണ്ടിക്കാർക്കാണ് കുറ്റം, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒലയണമെന്ന് പറഞ്ഞിട്ട്. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പുറമെ ജലനിധി പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച ഭാഗങ്ങൾ മാസങ്ങൾ പിന്നിട്ടിട്ടും മൂടാത്തതിനാൽ ഇവ അപകടക്കെണികളായി വാ തുറന്നിരിക്കുകയാണ്. പഞ്ചായത്ത് അധികൃതരും PWDയും തമ്മിലുള്ള തർക്കം മൂലമാണ് റോഡിന് ശാപമോക്ഷം ലഭിക്കാത്തതിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഈ വഴിയുള്ള ഗതാഗതം ഏറെ ദുരിതപൂർണമായി മാറിയതിനു പുറമെ ചതിക്കുഴികളിൽ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നതും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും തുടർക്കഥയായി മാറിയതോടെ നാട്ടുകാർ തന്നെ ഓട്ടയടക്കേണ്ട ഗതികേടിലാണ്. ബൈക്കുകളാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാവുന്നത്. ഇന്നലെ തന്നെ ഒരു ഫാമിലി അങ്ങനെ ആ കുഴിയിൽ, വലിയൊരു കുഴിയിൽ വീണ് ഒരു കുട്ടി തെറിച്ചു പോവുകയും ഒരു ഭാര്യയും ഭർത്താവും കൂടി പോണവർ തന്നെ ആ കുഴി അറിയാതെ, വെള്ളക്കെട്ടായ കാരണം കുഴി വരെ അറിയണില്ല. ഭയങ്കര അപകടങ്ങളാണ്. എന്നും ഇവിടെ സ്ഥിരമാണ് അപകടം ഉണ്ടാവുന്നത്. നാട്ടുകാരുടെ നടുവൊടിക്കുന്ന നരകപാത സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി സമരങ്ങളും ജനകീയ ഹർത്താലും നടത്തിയിട്ടും അധികൃതർക്ക് യാതൊരു കുലുക്കവുമില്ല. ഇതോടെ കണ്ടകശനി ബാധിച്ച റോഡിലൂടെ യാത്ര ചെയ്യുന്നവരെ മരണക്കെണികൾ കൊണ്ടേ പോകൂ എന്ന ദുരവസ്ഥയിലാണ്. കണ്ടില്ലേ, വൻഗർത്തങ്ങളുള്ള നിരവധി പാതാളക്കുഴികളാണ് മൂർക്കനിക്കര വലക്കാവ് റോഡിലുള്ളത്. ഇവിടെ അപകടങ്ങൾ തുടർക്കഥയായിട്ടും യാതൊരു നടപടിയുമില്ല. ക്യാമറമാൻ കൃഷ്ണകുമാർ K മലയിലിനൊപ്പം ശ്രീകേഷ് വെള്ളായൻകര, TCV ന്യൂസ്. പുതുക്കാട് ലോറിക്ക് പിറകിൽ മിനി ലോറി ഇടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. മിനി ലോറിയിലെ യാത്രക്കാരനായ വെള്ളാനിക്കര നേരങ്ങാട്ടിൽ അനിരുദ്ധനാണ് പരിക്കേറ്റത്. കാലിന് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മഹാരാഷ്ട്രയിൽ നിന്ന് കോട്ടയത്തേക്ക് സവാളയുമായി പോയിരുന്ന ലോറിയുടെ പിറകിൽ തിരുവനന്തപുരത്തേക്ക് ഷീറ്റ് കയറ്റിപ്പോയിരുന്ന മിനി ലോറി ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ മിനി ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. പുതുക്കാട് പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. നാട്ടിക സെന്ററിൽ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് വഴിയാത്രക്കാരന് പരിക്കേറ്റു. പെരിങ്ങോട്ടുകര സ്വദേശി മരോട്ടിക്കൽ രഞ്ജിത്തിനാണ് പരിക്കേറ്റത്. അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ ദേശീയപാതയോരത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിലും 2 ബൈക്കുകളിലും ഇടിച്ചാണ് നിന്നത്. അപകടത്തിൽ സാരമായി പരിക്കേറ്റ രഞ്ജിത്തിനെ തൃപ്രയാർ റോഡ് സുരക്ഷാ ജാഗ്രതാ സമിതി പ്രവർത്തകർ ഒളരി മദർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ പേരാമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. ഷൊർണൂർ സ്വദേശി പറക്കാട് വീട്ടിൽ രാജേഷിനെയാണ് പേരാമംഗലം SI TN സുധാകരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മെഡിക്കൽ കോളേജിലെ ഹൌസ് സർജനായിരുന്ന അനിൽ സുന്ദരത്തെ ഗ്ലൂക്കോസ് സ്റ്റാൻഡ് കൊണ്ട് പ്രതി തലക്കടിച്ച് പരിക്കേൽപ്പിച്ചത്. സ്വർണവില വീണ്ടും ഇടിഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 18,880 രൂപയായി. 2,360 രൂപയാണ് ഗ്രാമിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് 15 രൂപയാണ് കുറഞ്ഞത്. 19,000 രൂപയായിരുന്നു കഴിഞ്ഞ ദിവസം പവന്റെ വില. സ്വർണവില 5 വർഷത്തെ താഴ്ന്ന നിലയിലാണ്. അന്താരാഷ്ട്ര വിപണിയിൽ വില ഇടിഞ്ഞതാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത്. 7ാമത് ഹബീബ് വലപ്പാട് അവാർഡ് MP വീരേന്ദ്രകുമാറിന് നൽകും. ഡാന്യൂബ് സാക്ഷി എന്ന
യാത്രാ വിവരണ ഗ്രന്ഥമാണ് അവാർഡിന് അർഹമായത്. 10,000 രൂപയും പ്രശസ്തിപത്രവും അടങ്ങുന്ന പുരസ്കാരം വെള്ളിയാഴ്ച മേഴത്തൂർ വൈദ്യമഠം ട്രസ്റ്റ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. മലയാള സിനിമയിൽ അഭിനയ മികവിന്റെ ഇന്ദ്രജാലം കാട്ടിയ രാജൻ പി ദേവ് ഓർമ്മയായിട്ട് 6 വർഷം. പൗരുഷത്തിന്റെ ഗാംഭീര്യം നിറഞ്ഞ മുഖഭാവവും മുഴക്കമുള്ള പരിപരുത്ത ശബ്ദവും വില്ലൻ കഥാപാത്രങ്ങൾക്ക് മാത്രമല്ല ഹാസ്യനടനും ഇണങ്ങുമെന്ന് ഹാസ്യം കലർന്ന വില്ലൻ ചിരിയോടെ പറഞ്ഞ രാജൻ പി ദേവിന്റെ കസേര ഇവിടെ ഒഴിഞ്ഞു തന്നെ കിടക്കുന്നു. മലയാളിയെ ചിരിപ്പിച്ചും കരയിപ്പിച്ചും വെറുപ്പിച്ചും കേരളമാകെ ഇളക്കിമറിച്ച കാട്ടുകുതിര എന്ന ഒറ്റ നാടകം മതി രാജൻ പി ദേവിന്റെ അഭിനയശേഷി മനസ്സിലാക്കാൻ. സഞ്ചാരി എന്ന ചിത്രമാണ് രാജൻ പി ദേവിന്റെ ആദ്യ ചലച്ചിത്രം. എന്നാൽ തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ഇന്ദ്രജാലത്തിൽ പ്രതിനായക വേഷത്തിലെത്തിയ ഈ അഭിനയ പ്രതിഭ മലയാള സിനിമയെ വിസ്മയിപ്പിച്ചു. കാർലോസ് എന്ന കഥാപാത്രത്തിന്റെ വില്ലത്തരങ്ങൾ ഇന്നും മലയാളി മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. മലയാളം മതി, രാവിലെ ഇംഗ്ലീഷ് ചീത്ത വിളിച്ച് നാക്കൊളുക്കേണ്ട കൊച്ചനെ എന്നെ നിനക്ക് മനസ്സിലായി കാണത്തില്ല. നിനക്കെന്നല്ല ആർക്കും എന്നെ വേഷത്തിക്കണ്ട മനസ്സിലാവത്തില്ല. ഇതൊരു തമാശയല്ലേ? ഞാനാ കാർലോസ്. സ്വന്തം നാടക ട്രൂപ്പായ ചേർത്തല ജൂബിലി തിയേറ്റേഴ്സിലൂടെയാണ് തന്റെ അഭിനയ ജീവിതം അദ്ദേഹം ആരംഭിക്കുന്നത്. നാടകരംഗത്തെ വിസ്മയിപ്പിച്ച അഭിനയ മുഹൂർത്തങ്ങൾ സിനിമയിലേക്കുള്ള വഴിത്തിരിവായി. 3 സിനിമകൾ സംവിധാനം ചെയ്തും തന്റെ പ്രതിഭ അദ്ദേഹം തെളിയിച്ചു. അച്ചാമ്മക്കുട്ടിയുടെ അച്ചായൻ, മണിയറക്കള്ളൻ, അച്ഛന്റെ കൊച്ചുമോൾക്ക് എന്നീ സിനിമകൾ മലയാളിയെ ഏറെ ചിരിപ്പിച്ചു. തെലുങ്കിൽ 18, തമിഴിൽ 32, കന്നഡയിൽ 5 ചിത്രങ്ങളിൽ രാജൻ പി ദേവ് സാന്നിധ്യമറിയിച്ചു. 1984-ലും 86-ലും മികച്ച നാടക നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയിരുന്നു. 150-ലേറെ മലയാള സിനിമകളിൽ വ്യത്യസ്ത ഭാവങ്ങളുടെ അരങ്ങുവാണ ഇദ്ദേഹത്തിന്റെ അവസാന ചിത്രം പട്ടണത്തിൽ ഭൂതം എന്ന സിനിമയായിരുന്നു. കുറെ സ്ഥിരം വില്ലൻ കഥാപാത്രങ്ങൾ നൽകി മലയാള സിനിമ രാജൻ പി ദേവ് എന്ന നടനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ പോയി എന്ന് നിസ്സംശയം പറയാം. ഉൾക്കരുത്തുള്ള കഥാപാത്രങ്ങളിലൂടെ മലയാള നാടകവേദിക്കും സിനിമാ ലോകത്തിനും അനശ്വര മുഹൂർത്തങ്ങൾ സമ്മാനിച്ച അഭിനയ പ്രതിഭയ്ക്ക് പ്രണാമം. കൾച്ചറൽ ഡെസ്ക് TCV. ഫ്രീഡം വേസ്റ്റ് അഥവാ മാലിന്യമുക്തം എന്ന പദ്ധതിയുടെ 2ാം ഘട്ടം ഓഗസ്റ്റിൽ ആരംഭിക്കുമെന്ന് ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ വാസുകി തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുകയും ജൈവമാലിന്യങ്ങൾ ഉണക്കിയെടുത്ത് വളമാക്കിയെടുക്കുകയും ചെയ്യുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് 13-ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും. മാലിന്യങ്ങൾ റീസൈക്ലിംഗ് ചെയ്യുന്ന യൂണിറ്റുകൾ കൂടുതലായി വരണം. ജൈവമാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും ഇലക്ട്രോണിക് മാലിന്യങ്ങളും വേർതിരിച്ച് സംസ്കരിക്കാനുള്ള യൂണിറ്റുകൾ വേണമെന്നും ഡോക്ടർ വാസുകി പറഞ്ഞു. തൃശൂർ കോർപ്പറേഷനിൽ അഴിമതിയാണ് നടക്കുന്നതെന്ന് ആരോപിച്ച് LDFന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ആരംഭിക്കാനിരുന്ന റിലേ നിരാഹാര സമരം നാളത്തേക്ക് മാറ്റി. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ നിര്യാണത്തെ തുടർന്നാണ് സമരം മാറ്റിയത്. ഇന്ന് കലാമിന് അനുശോചനം രേഖപ്പെടുത്തിയ ശേഷം പ്രവർത്തകർ പിരിഞ്ഞുപോയി. നാളെ അബ്ദുൽ കലാമിന്റെ സംസ്കാരത്തിനു ശേഷം റിലേ നിരാഹാര സമരം ആരംഭിക്കും. പ്രകൃതിയിലെ സസ്യങ്ങളുടെയും ജീവജാലങ്ങളുടെയും പുനരുജ്ജീവനത്തിന്റെ സമയമാണ് കർക്കിടകം. വർഷകാല ഭക്ഷണത്തിൽ ഇലക്കറികളുടെ സ്ഥാനവും വലുതാണ്. കർക്കിടകത്തിലെ 10 ഇലക്കറിയുടെ വിശേഷങ്ങളിലേക്ക്. ഇടമുറിയാതെ മഴ പെയ്യുന്ന കർക്കിടകത്തിൽ മരുന്ന് സേവിച്ചാൽ കൽപ്പാന്തം സസുഖമെന്നാണ് പഴമൊഴി. അതിജീവനത്തിന് ശരീരത്തെ പാകപ്പെടുത്തുന്ന മാസമായതിനാലാകാം ആയുർവേദത്തിൽ കർക്കിടകത്തെ വിസർഗകാലമായി കണക്കാക്കുന്നത്. നമ്മുടെയൊക്കെ പഴമക്കാർ വീടുകളിലുണ്ടാക്കിയിരുന്ന മരുന്നുകൾ സേവിച്ചാണ് കർക്കിടകത്തെ അതിജീവിച്ചിരുന്നത്. ചുറ്റുപാടുകളിൽ നിന്ന് കണ്ടെത്തിയ ഔഷധത്തെയും ആഹാരത്തെയും ലളിതമായി പാകപ്പെടുത്തി വിശിഷ്ടമായ ആരോഗ്യ വിഭവങ്ങളാണ് അന്നൊക്കെ ഭക്ഷിച്ചിരുന്നത്. താളും തകരിയുമടക്കമുള്ള ഇലകൾ അടുക്കളയെ അലങ്കരിക്കുന്ന കാലമായതിനാൽ ഉപ്പേരിയായും കൂട്ടുകറിയായും ഇലക്കറികൾ വർഷകാല ഭക്ഷണത്തിൽ നിറയുന്നു. കൂടാതെ കർക്കിടകത്തിൽ എല്ലാ വീടുകളിലും 10 ഇലക്കറി വെക്കൂ എന്നത് പഴമക്കാരുടെ ഇടയിലെ ഒരു സമ്പ്രദായമായിരുന്നു. വയറിനും ശരീരത്തിനും എല്ലാറ്റിനും വളരെ നല്ലതാണ്. ഔഷധ ഗുണ ബീജമുള്ളൊരു സാധനമാണ് പച്ചിലവർഗ്ഗം. അത് ഈ സാധാരണ ആൾക്കാർ കൊല്ലത്തിൽ ഒരു ദിവസമെങ്കിലും കഴിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തോട്ടാണ് ഈ കർക്കിടക മാസത്തിൽ തന്നെ ഈ പച്ചക്കറികളെ 10 ഇല ഒരു കർക്കിടക മാസത്തിൽ 30 വെള്ളിയാഴ്ച കഴിക്കുക എന്ന് പറയുന്നത് പ്രധാന ലക്ഷ്യം.
ചേന, ചേമ്പ്, പയർ, നെയ്യുണ്ണി, ആനത്തുമ്പ, തകര, മുക്കാപ്പിരിയൻ, മത്തൻ, കുമ്പളം, തഴുത്താമ എന്നിവയുടെ ഇലകൾ കൊണ്ടാണ് പത്തിലക്കറി ഉണ്ടാക്കിയിരുന്നത്. ചിലയിടങ്ങളിൽ പത്തിലക്കറിയായി ഉപയോഗിക്കുന്ന ഇലകൾക്കും അവയുടെ പേരുകൾക്കും വ്യത്യാസമുണ്ടാകാം. ഇലകൾ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ചെറുതായി അരിഞ്ഞാണ് പാചകത്തിന് ഉപയോഗിക്കുന്നത്. സാധാരണയായി മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് കടുക് താളിച്ചാണ് പത്തിലക്കറി ഉണ്ടാക്കുന്നത്. പണ്ടൊക്കെ പിത്തരോഗങ്ങളായ വയറുവേദന, ദഹനക്കേട് എന്നിവയ്ക്ക് പത്തിലക്കറി നിർദ്ദേശിച്ചിരുന്നു. നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ വലിയ പരിചരണമോ പ്രയത്നമോ കൂടാതെ വളർന്നുവരുന്ന ഇത്തരം ഔഷധസമ്പുഷ്ടമായ ഇലവിഭവങ്ങൾ ജീവകങ്ങളുടെയും ധാതുലവണങ്ങളുടെയും കലവറയാണ്. പഞ്ഞമാസം എന്ന പോലെ രോഗങ്ങളുടെയും അസ്വസ്ഥതകളുടെയും മാസമായ ഈ കള്ളക്കർക്കിടകത്തിൽ പ്രതിരോധത്തിനായി പണച്ചിലവില്ലാതെ നമുക്കും ആശ്രയിക്കാം പത്തിലകളെ. TCV തൃശൂർ. തൃശൂർ അതിരൂപതയുടെ ആദ്യത്തെ അനാഥ അഗതി മന്ദിരമായ പടിഞ്ഞാറേക്കോട്ട സെന്റ് ആൻസ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് 100ാമത് വിവാഹത്തിന്റെ ചാരിതാർത്ഥ്യത്തിൽ. 1923 സ്ഥാപിതമായ സെന്റ് ആൻസ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 100ാമത്തെ പെൺകുട്ടിയുടെ വിവാഹം ആഘോഷമായി നടന്നു. സെന്റ് ആൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡെൽഫിയെ ജീവിതസഖിയാക്കി മാതൃക സൃഷ്ടിച്ചത് വെളുത്തൂർ മുട്ടത്ത് വർഗീസ് ഫിലോമിന ദമ്പതികളുടെ മകൻ ലിൻഡോയാണ്. സെന്റ് ആൻസ് ഇടവക പള്ളിയിൽ നടന്ന വിവാഹ ചടങ്ങുകൾക്കു ശേഷം അനുമോദന സമ്മേളനം നടന്നു. അതിരൂപത മെത്രാപ്പോലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. മോൺസിഞ്ഞോർ ഫാദർ ജോർജ് കോമ്പാറ അധ്യക്ഷത വഹിച്ചു. മുൻ മേയർ IP പോൾ, കൌൺസിലർ ജോസഫ് ചാലശ്ശേരി, ഡയറക്ടർ ഫാദർ ജോഷി ആളൂർ, ഫാദർ അനീഷ് ചിറ്റിലപ്പിള്ളി, ഫാദർ വർഗീസ് പാത്താടൻ, സിസ്റ്റർ ബെൻസി ആളൂർ, സിസ്റ്റർ ക്രൂസിഫിക്സ്, ടോജോ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. അനുമോദന സമ്മേളനത്തിനു ശേഷം സ്നേഹവിരുന്നും നടന്നു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഫോട്ടോ ഫെസ്റ്റ് ഇന്ത്യ 2015 തൃശൂർ പുഴയ്ക്കൽ കൺവെൻഷൻ സെന്ററിൽ തുടക്കമായി. മേയർ രാജൻ ജെ പല്ലൻ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്രതാരം ജയരാജ് വാര്യർ ഫോട്ടോഗ്രാഫി പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വിജയൻ മാറഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ PS ദേവദാസ്, ചന്ദ്രകാന്ത് ഷാ, BS ശശിധർ തുടങ്ങിയവർ സംസാരിച്ചു. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, അനുബന്ധ തൊഴിൽ രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്ന ഫോട്ടോ ഫെസ്റ്റ് വെള്ളിയാഴ്ച സമാപിക്കും. കോടാലിമുളക് എന്ന പേരിൽ അറിയപ്പെടുന്ന നാടൻ പച്ചമുളക് കൃഷി മലയോരത്ത് വ്യാപകമാകുന്നു. എരിവേറിയ ഈ ഇനം മുളകിന് ആവശ്യക്കാരേറിയതും മികച്ച വില ലഭിക്കുന്നതുമാണ് പച്ചമുളക് കൃഷി ചെയ്യാൻ കർഷകരെ പ്രേരിപ്പിക്കുന്നത്. കോടാലിമുളക് എന്ന പേരിൽ പണ്ടേ പ്രസിദ്ധമായ ഈ ഇനം പച്ചമുളകിന് ജില്ലയിലെ വിവിധ പച്ചക്കറി ചന്തകളിൽ ആവശ്യക്കാർ ഏറെയാണ്. ചാലക്കുടി, ഇരിങ്ങാലക്കുട, തൃശൂർ ചന്തകളിലേക്ക് മലയോരത്തു നിന്നെത്തുന്ന കോടാലിമുളക് ഒരു കാലത്ത് മാലിദ്വീപ് ഉൾപ്പെടെയുള്ള മറുനാടുകളിലേക്ക് കയറ്റി അയച്ചിരുന്നു. ആഴ്ചതോറും 1-2 ടണ്ണോളം കോടാലിമുളകാണ് മറ്റത്തൂരിൽ നിന്ന് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ ചന്തകളിലേക്ക് എത്തുന്നത്. എറണാകുളം ജില്ലയിലെ പച്ചക്കറി ചന്തകളിലേക്കും കോടാലിമുളക് എത്തുന്നുണ്ട്. സീസൺ അനുസരിച്ച് കിലോഗ്രാമിന് 30 മുതൽ 200 രൂപ വരെ ഈ ഇനം പച്ചമുളകിന് വില ലഭിക്കും. മറ്റത്തൂരിലെ ഒട്ടുമിക്ക പച്ചക്കറി കൃഷിക്കാരും തങ്ങളുടെ തോട്ടങ്ങളിൽ പച്ചമുളക് കൃഷി ചെയ്യുന്നുണ്ട്. വാഴത്തോട്ടങ്ങളിൽ ഇടവിളയായാണ് പച്ചമുളക് കൃഷി. മണലിൽ ചകിരിച്ചോറും ചാണകപ്പൊടിയും ചേർത്ത് അതിലാണ് പച്ചമുളകിന്റെ വിത്തുകൾ മുളപ്പിച്ചെടുക്കുന്നത്. അങ്ങനെ തയ്യാറാക്കുന്ന മുളക് ചെടികളാണ് ഇടവിളയായി തോട്ടങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നത്. 3 മാസം വളർച്ചയെത്തിയാൽ മുളക് ചെടിയിൽ നിന്ന് വിളവെടുത്തു തുടങ്ങാം. പ്രധാനമായും ചാണകപ്പൊടിയാണ് വളമായി ചേർക്കുന്നത്. രാസവളങ്ങൾ ഒട്ടും തന്നെ കോടാലിമുളകിന് നൽകാറില്ല. ഒന്നിടവിട്ട ആഴ്ചകളിൽ ശരാശരി 1/2 കിലോഗ്രാം വീതം പച്ചമുളക് ഓരോ ചെടിയിൽ നിന്നും ലഭിക്കുമെന്ന് വർഷങ്ങളായി പച്ചമുളക് കൃഷി നടത്തുന്ന താളൂപ്പാടം സ്വദേശി പനംകൂട്ടത്തിൽ രാജൻ പറഞ്ഞു. ഒരു ദിവസം ഏറെക്കുറെ ഒരു 300 കിലോ വിളവോളം ഒരു ദിവസം നമ്മൾ നമ്മുടെ വിപണിയിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ അത് ഒരു 1.5 ടൺ വിളകോളം ആഴ്ചയിൽ കയറി പോകുന്ന വിളകാണ് കോടാലി മുളക്. ഇപ്പോൾ അതിന് നല്ല ഡിമാൻഡ് ഉണ്ട്. ഇപ്പോൾ 100 രൂപ, 120 രൂപ വിലയുണ്ട്. 30 രൂപ മുതൽ 200 രൂപ വരെ ഇതിന് വില നമുക്ക് കിട്ടുന്നുണ്ട്. ശരിയായി പരിപാലിച്ചാൽ ഒരു പച്ചമുളക് ചെടിയിൽ നിന്ന് 2 വർഷത്തോളം ആദായം ലഭിക്കും. കോടാലി ആസ്ഥാനമായി പഴം പച്ചക്കറി പ്രൊമോഷൻ കൗൺസിലിന്റെ സ്വാശ്രയ ചന്ത പ്രവർത്തനം തുടങ്ങിയതോടെ പൂർണ്ണമായും ഈ സ്വാശ്രയ ചന്ത വഴിയാണ് കോടാലിമുളക് ഇപ്പോൾ വിറ്റുപോകുന്നത്. TCV കൊടകര. കൊടുങ്ങല്ലൂരിലെ സമാധാന യോഗം നിയമത്തോടും നിയമവാഴ്ചയോടുമുള്ള വെല്ലുവിളിയെന്ന് BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ് പറഞ്ഞു. പോലീസ് വിളിച്ചു ചേർത്ത സമാധാന യോഗത്തിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രം ആക്രമിച്ച കേസിലെ പ്രതികളെ പങ്കെടുപ്പിച്ചത് സമാധാന യോഗത്തെ പരിഹസിക്കുന്നതാണെന്ന് നാഗേഷ് കുറ്റപ്പെടുത്തി. ക്ഷേത്രാക്രമണ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കേണ്ട പ്രതികളെ സമാധാന യോഗത്തിൽ പങ്കെടുപ്പിച്ചത് സമാധാന ശ്രമത്തിന് തുരങ്കം വയ്ക്കുന്ന നിലപാടാണെന്നും നാഗേഷ് പറഞ്ഞു.
ജില്ലാ ആരോഗ്യ വിഭാഗം ബ്ലഡ് ഡൊണേഷൻ പ്രോഗ്രാം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ തലത്തിൽ നടത്തിവന്നിരുന്ന രക്തദാന യജ്ഞമായ ബ്ലഡ് ഫോർ ദി പീപ്പിളിന്റെ അവാർഡ് ദാനം നടന്നു. നെല്ലിക്കുന്ന് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ നടന്ന ചടങ്ങ് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മറാഫിൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ഹെൽത്ത് മിഷൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ വി വീനസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വി കെ ഗോപിനാഥൻ, പി ജോസ്, ഫാദർ ജോസ് ചാലക്കൽ, ഫാദർ ദേവസി പന്തല്ലൂക്കാരൻ, എം അരവിന്ദാക്ഷൻ, എം കെ ദേവരാജൻ, സി ടി ജെയിംസ്, സിസ്റ്റർ റോസ് എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ ഇളവ് വരുത്തിയത് ഭൂമാഫിയകളെ സഹായിക്കാനാണെന്ന് ആക്ഷേപം. കുറുക്കുവഴികളിലൂടെ UDF സർക്കാർ നിയമം അട്ടിമറിക്കുകയാണെന്ന് മുൻ റവന്യൂ മന്ത്രി KP രാജേന്ദ്രൻ. പുലിക്കളി സംഘങ്ങൾക്ക് കോർപ്പറേഷൻ നൽകുന്ന ധനസഹായം 1 ലക്ഷം രൂപയായി ഉയർത്തി. പുലിക്കളിയുടെ സമ്മാനത്തുക വർദ്ധിപ്പിച്ചതായി മേയർ രാജൻ ജെ പല്ലൻ. TCV ഫോളോ അപ്പ്. കള്ളിച്ചിത്ര നടാംപാടം ആദിവാസി കോളനിയിലെ കുടുംബങ്ങൾക്ക് കിടപ്പാടം ഒരുങ്ങുന്നു. നിർമ്മാണം പൂർത്തിയാക്കിയ 18 വീടുകളുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് 18-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ ആളെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. കേച്ചേരി SBI ശാഖയിൽ മോഷണശ്രമം നടത്തിയ ആളാണ് പിടിയിലായ പ്രതിയെന്ന് പോലീസ്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഇറച്ചി വ്യാപാരികളും തൊഴിലാളികളും ചെന്നൈയിൽ പ്രതിഷേധ ധർണ നടത്തി. ഇറച്ചി വിൽപ്പന മേഖലയിലെ പ്രതിസന്ധികൾക്കെതിരെയാണ് സമരം. പ്രശ്നം പരിഹരിക്കാതെ തമിഴ്നാട്ടിൽ നിന്ന് കന്നുകാലികളെ കൊണ്ടുവരികയില്ലെന്ന് വ്യാപാരികൾ. ഡോക്ടർ APJ അബ്ദുൽ കലാമിന് രാജ്യത്തിന്റെ ആദരാഞ്ജലി. സംസ്കാരം നാളെ ജന്മനാടായ രാമേശ്വരത്ത്. ഇതോടെ തൃശൂർ റൗണ്ട് പൂർണ്ണമാകുന്നു. ശുഭരാത്രി. തൃശൂർ റൗണ്ടപ്പ് നിങ്ങൾക്കായി സമർപ്പിച്ചത് കല്യാൺ സിൽക്ക്, മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, ജോസ് ആലുക്കാസ്,